സോ ഈ അടുത്തൊരു വാർത്ത വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയും ഡാരി ഒമോഡെ ഓപ്പൺ എ സിഇഒ ഇപ്പോൾ ആയിട്ടുള്ള സാം ഓൾട്ട്മൻ കൂടെയുള്ള ഗ്രെഗ് ബ്രോക്ക്മൻ, ഇലിയ സുസ്കെവർ, ഡാരി ഒമോഡെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർ തമ്മിൽ പണ്ടുണ്ടായ കുറെ പ്രശ്നങ്ങൾ. സോ ഇത് ഭയങ്കര രസകരമാണ് വായിക്കാൻ. അതിലൊരു മെയിൻ സംഭവം ഞാൻ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയാ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ തമ്മിലൊക്കെ ഭയങ്കര അടിയായിരുന്നു. ഓക്കെ, അവർ ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് ഇലോൺ മസ്ക് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സോ ഇലോൺ മസ്ക് ആയിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ഫണ്ട് ചെയ്തത്. സോ ഇവരൊക്കെ എല്ലാവരും തമ്മിൽ അന്ന് ആശയപരമായി ഭയങ്കര അടി നടക്കുന്ന സമയമാണ്. ഒരാൾക്ക് ഒരു കാര്യം വേണം, മറ്റൊരാൾക്ക് വേറെ കാര്യം വേണം. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് ആയ ഇന്നത്തെ ഓപ്പൺ എയുടെ ലീഡർഷിപ്പിലുള്ള ഗ്രെഗ് ബ്രോക്ക്മൻ അന്ന് പ്രപ്പോസ് ചെയ്തു ഓപ്പൺ എയിൽ ഭയങ്കര വലിയ അഡ്വാൻസ്മെന്റ്സ് നടക്കുന്ന ദിവസം. ഓക്കെ, ഈ സംഭവം ഉണ്ടാകുന്ന ചാറ്റ്ജിപിടിക്ക് മുന്നെയാണ്. ഓക്കെ, സോ ഇത്രയും വലിയ ഒരു അഡ്വാൻസ്മെന്റ്സ് ഈ ഓപ്പൺ എ കണ്ടുപിടിക്കുന്ന സമയത്ത് അവർ ചൈന, റഷ്യ പോലുള്ള ഫോറിൻ രാജ്യങ്ങൾക്ക് ഇത് വിറ്റ് കാശാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ അന്നൊരു സംഭവം ഇറക്കി. സോ ഓപ്പൺ എ എന്ന് പറഞ്ഞ കമ്പനി കണ്ടുപിടിച്ച് തന്നെ എനെ ഓപ്പൺ സോഴ്സ് ആക്കിയിട്ട് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞുള്ള ഒരു ഐഡിയോളജിയിലാണ്. അപ്പോഴാണ് ഇപ്പോഴും ഓപ്പൺ എ ലീഡർഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നം വന്നത്. അതിനൊപ്പം തന്നെ ഈ ഡാരി ഒമോഡയും ഈ ഓപ്പൺ എയുടെ ലീഡർഷിപ്പും തമ്മിലൊക്കെ വമ്പൻ അടിയായിരുന്നു. പുള്ളിക്ക് വേണ്ട ക്രെഡിറ്റ്സ് കിട്ടുന്നില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ അടിയായിട്ടാണ് ഇവരെല്ലാവരും തമ്മിൽ തെറ്റിപ്പിരുന്നത്. പക്ഷെ ഇന്നും ഓപ്പൺ എയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ലീഡർഷിപ്പിലത്തെ ആൾക്കാർക്ക് ഇതുപോലെയുള്ള വളരെ വൃത്തികെട്ട രീതിയിൽ കാശ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റൻഷൻസ് ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്.